ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ വൻപയർ എരിശ്ശേരിയാണ്. നല്ല നാടൻ കറിയാണ്. എങ്ങനെയാണ് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയിട്ട് വന്നാലോ? അതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എന്നിട്ട് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ? ഇതാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൻപയറും പപ്പായയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ എടുത്തേക്കുന്ന വൻപയർ വലിയ വൻപയറാണ്. വലിയ വൻപയറാണേലും ചെറിയ വൻപയറാണേലും നമ്മളൊന്ന് അരമണിക്കൂർ കുതിർത്താൻ വെക്കണം. അങ്ങനെ കുതിർത്തി മാറ്റി വെച്ചിരിക്കുന്ന അരക്കപ്പോളമുള്ള വൻപയറാണിത്. ഇനി പപ്പായ 200 ഗ്രാം ഉണ്ട്. നല്ല ജീരകം 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 4 എണ്ണം, പിന്നെ 1.5 മുറി തേങ്ങ ചിരകിയത്. ഈ പ്ലേറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് നല്ല അരച്ച് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. അതിനു മുമ്പായിട്ട് കുതിർത്തി മാറ്റി വെച്ചിരുന്ന വൻപയർ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വൻപയറിന് വേവ് കൂടുതലായതുകൊണ്ടാണ് നമ്മളിത് ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വൻപയർ കുക്കറിലേക്ക് ഇട്ട് അതിനാവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കുക്കർ ഒന്ന് അടച്ച് വെച്ച് വിസിലടിപ്പിച്ച് എടുക്കാം. അതിനുവേണ്ടി ഇപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ ഒരു 5 വിസിലടിക്കട്ടെ. നന്നായിട്ട് വേകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 വിസിലടിപ്പിച്ചെടുക്കുന്നത്. ഈ ടൈമിൽ അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് അരച്ചിട്ടെടുക്കാം. ഇനി നമുക്കൊരു ജാറെടുത്ത് അതിലേക്ക് ചിരകി വെച്ചിരുന്ന 1.5 മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂണ്, നല്ല ജീരകം 1 ടീസ്പൂണ്, 4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ടൈമിൽ നമ്മുടെ വൻപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കത് ഇതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. ഇത് 200 ഗ്രാം പപ്പായ ഉണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം. ഇപ്പം വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ആവി കളഞ്ഞിട്ട് നമുക്കിതിലെ കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഊറ്റി മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഉടച്ചിട്ടെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആ ഉടച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ആ കഷ്ണങ്ങൾ ഉടച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഊറ്റി മാറ്റിയിട്ട് ഉടച്ചെടുത്തത്. ഇനി ആ വേവിച്ച വെള്ളം തന്നെയാണ് നമ്മളിതിൽ ബാക്കി ബാലൻസ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ജാറിലേക്ക് തന്നെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അന്നേരം ജാറിൽ ബാലൻസ് ഇരിക്കുന്ന അരപ്പെല്ലാം കൂടെ ഫുള്ളായിട്ടിങ്ങ് പോരും. അതുകൊണ്ട് നമ്മൾ ജാറ് നന്നായിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിന് ഒഴിക്കുന്നത്. അന്നേരം അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇത് തിളച്ച് വരുന്ന ഈ സമയം കൊണ്ട് നമുക്കിതിന് ഉള്ള കടുകും കൂടെ താളിച്ചിട്ടെടുക്കാം.
അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേനും നമുക്ക് 1 ടേബിൾ സ്പൂൺ അരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. നേരത്തെ ആ 1.5 മുറി തേങ്ങ തിരുമിയതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ അരിയും തേങ്ങയും ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ താളിക്കുമ്പോഴത്തേനും ആ എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാണ്, ഈ ബ്രൗൺ ഷെയ്ഡ് ആവണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കടുക് താളിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. പപ്പായ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല നാടൻ കറിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ എരിശ്ശേരി നല്ല കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ വേണം ഇരിക്കാൻ. ഒത്തിരി വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ കേരള സ്റ്റൈൽ പപ്പായ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ എരിശ്ശേരി ചോറിൻ്റെ കൂടെ പപ്പടമൊക്കെ ആയിട്ട് റെഡിയാക്കി ഇരിപ്പുണ്ട് ചോറുണ്ണാനായിട്ട്. ഇതിൻ്റെ കൂടെ ഇച്ചിരി കട്ട തൈരും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അന്നേരം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ നമ്മുടെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അന്നേരം അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്.